നവരാത്രിയിൽ പാർവതിയുടെ ബ്രഹ്മചാരിണി ഭാവമാണ് രണ്ടാം ദിവസം ആരാധിക്കുന്നത്. ബ്രഹ്മചര്യം പാലിക്കുന്നവൾ എന്നാണ് ബ്രഹ്മചാരിണി എന്ന വാക്കിന്. ബ്രഹ്മം എന്നാൽ തപം എന്നും അർത്ഥം. ആയതിനാൽ തപസ് അനുഷ്ഠിക്കുന്നവളാണ് ബ്രഹ്മചാരിണി. ഹിമവാന്റെ പുത്രിയായി ജനിച്ച ദേവി ശിവന്റെ പത്നിയായി തീരുവാൻ നാരദമുനിയുടെ നിർദ്ദേശപ്രകാരം തപസ് അനുഷ്ഠിക്കുകയാണ് ഉണ്ടായത്. കഠിന തപസ് അനുഷ്ഠിച്ചതിനാൽ ദേവിക്ക് ബ്രഹ്മചാരിണി എന്ന നാമം ലഭിച്ചു. ശുഭ്രവസ്ത്രധാരിയായ ബ്രഹ്മചാരിണി മാത കമണ്ഡലവും രുദ്രാക്ഷമാലയും കൈകളിൽ നിന്നു. നവദുർഗാ സങ്കല്പത്തിൽ രണ്ടാമത്തെ ഭാവമാണ്. അറിവിന്റെ മൂർത്തിഭാവമായ ബ്രഹ്മചാരിണി ദേവി കുജദോഷം, മംഗല്യ തടസ്സം എന്നിവ നീക്കും. ഭക്തമനസ്സിലെ വിഷമതകളും നീക്കി ആത്മവിശ്വാസവും സന്തോഷവും നൽകും. മുല്ലപ്പൂക്കളോടാണ് ദേവിക്ക് പ്രിയം. ഇല പോലും ഭക്ഷിക്കാതെ കഠിന തപസ് അനുഷ്ഠിച്ചതിനാൽ ദേവിക്ക് അപർണ എന്ന പേരുണ്ട്. കരങ്ങളിൽ ജപമാലയും കമണ്ഡലവും പിടിച്ച സൗമ്യ രൂപത്തിലാണ് ദേവീഭാവം. ഈ രൂപത്തെ ആരാധിക്കുന്നത് വിദ്യാർത്ഥികൾക്ക് ക്ഷേമമുണ്ടാക്കുമെന്ന് പറയപ്പെടുന്നു. ബ്രഹ്മചാരിണി ഭാവത്തിലുള്ള ദേവി പൂജയിലൂടെ കടങ്ങളിൽ നിന്നുള്ള മോചനവും ഉപകരണങ്ങൾ പ്രയോഗിക്കുന്നതിലുള്ള സാമർഥ്യവും ഫലമായി ലഭിക്കുമെന്നും വിശ്വാസമുണ്ട്. ദക്ഷന്റെ മകൾ സതിയുടെ പുനർജന്മം. ആവർത്തിച്ചുള്ള നിരാകരണങ്ങൾക്ക് ശേഷവും അവൾ തന്റെ ഭക്തിയെക്കുറിച്ച് ശിവനെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. ശൈലപുത്രിയുടെ അടക്കാനാകാത്ത ഊർജത്തിൽ നിന്ന് ബ്രഹ്മചാരിണിയുടെ പക്വതയിലേക്കുള്ള മാറ്റം നമുക്ക് കാണാനാകും. നവരാത്രിയിലെ രണ്ടാം ദിവസം ബ്രഹ്മചാരിണി ദേവിയെ ധ്യാനിച്ചുകൊണ്ടുള്ള ദധാനാ കരപത്മാഭ്യാ അക്ഷമാലാകമണ്ഡലു ദേവി പ്രസീദതു മയി ബ്രഹ്മചാരിണ്യനുത്തമ. 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 ദധാനാ കരപത്മാഭ്യാ അക്ഷമാലാകമണ്ഡലു ദേവി പ്രസീദതു മയി ബ്രഹ്മചാരിണ്യനുത്തമ.